രാഷ്ട്രീയത്തിലേക്ക് കൂടി ഒന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പോകേണ്ടതുണ്ട്. PV അൻവർ പൊതുയോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം, അത് CPM ഇന്ന് മറ്റൊരു മറുപടിയായൊരു വിശദീകരണ യോഗം നടത്തുമ്പോൾ CPM അൻവർ പോര് അത് ഏത് തലത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും മലപ്പുറത്തിന്റെ അട്ടിപ്പേർ അവകാശം ആരും അവകാശപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരും മുന്നോട്ട് വരേണ്ടെന്ന നിലപാട് പ്രഖ്യാപിച്ചത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം. PV അൻവർ മലപ്പുറത്ത് ശക്തിപ്രകടനം നടത്തുമ്പോൾ ഒട്ടും ശക്തി കുറവുള്ള പ്രസ്ഥാനമല്ല തങ്ങൾ, അത് കുഞ്ഞാലിയുടെ നാടാണ്, അങ്ങനെ മലപ്പുറത്തിന്റെ CPM പാരമ്പര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനത്തിനാകും CPM ഇന്ന് അവിടെ തയ്യാറെടുക്കുക. മലപ്പുറം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മലപ്പുറത്ത് CPMന് വോട്ട് കണക്കിൽ ഒരുപക്ഷെ പിന്നോട്ട് പോകുമെന്ന് സംഘടനാപരമായി ഞങ്ങൾ ഒട്ടും പിറകിലല്ല. അവിടെ PV അൻവർ പോയാലും ഒന്നും സംഭവിക്കാനില്ല CPMന് എന്ന ഒരു പ്രത്യക്ഷത്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടത് വോട്ട് കണക്ക് വരുമ്പോൾ സ്വാഭാവികമായി അപ്പോഴാണ് അത് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ തങ്ങളുടെ ശക്തിപ്രകടനത്തിന് അവസരമായി ഇന്നത്തെ യോഗം CPM മാറ്റുമെന്ന് ഉറപ്പാണ്. മലപ്പുറത്ത് തന്നെയുള്ള നേതാവ് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. KT ജലീൽ ഒരു ഘട്ടത്തിൽ അൻവറിനൊപ്പം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവെന്ന വിലയിരുത്തലുണ്ടായ KT ജലീൽ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കും. മലപ്പുറത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമായി ഇന്നത്തെ യോഗം മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അൻവറിന്റെ യോഗത്തിൽ സ്വാഭാവികമായും വലിയ രീതിയിൽ ആളുകൾ ഒഴുകിയെത്തി. അതിനും അപ്പുറത്തേക്ക് ഒരു ആൾക്കൂട്ടം CPM പ്രതീക്ഷിക്കുന്നു. അൻവറിന്റെ യോഗത്തിനെത്തിയത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും UDFും ഒക്കെയാണെന്ന് CPM അധിക്ഷേപിക്കുമ്പോൾ അങ്ങനെയല്ല, CPMന്റെ ഇടതുമുന്നണിയുടെ പ്രവർത്തകരവിടെ അണിനിരത്താനുള്ള വലിയൊരു ബാധ്യത CPMനുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ അവർ ശക്തമായി തന്നെ നടത്തുന്നു. വലിയ ആത്മവിശ്വാസം തന്നെയാണ് അവിടുത്തെ CPM എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മലപ്പുറത്ത് ഇന്ന് CPMന്റെ ഒരു ശക്തി പ്രകടനം തന്നെയായി ഇത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. PV അൻവറിനെതിരെ സർവ്വശക്തിയുമെടുത്ത് CPMും മലപ്പുറത്ത് ഇറങ്ങുകയാണ്.